ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് തന്നെ വേണം. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ലെസൺ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലെസണാണ്. നമുക്ക് സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴൊക്കെ സാധാരണ നമ്മുടെ സംസാരത്തിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, അതിൻ്റെ ആൻസേഴ്സ് വരും. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് ആ വർക്കൊക്കെ ചെയ്തത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കേണ്ടി വരാറുണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് യെസ് നോ ക്വസ്റ്റ്യൻസ് ആകാം. യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള എങ്ങനെയാണ്, എന്താണ്, എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്ന തരം ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് വാട്ട് എന്നാൽ എന്ത്. ആ വാട്ട് എന്ന ഒരു വേർഡിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് വളരെ ബേസിക് ലെവലിലുള്ള ലെസനാണ്. ഗ്രാമർ എല്ലാം പഠിച്ചിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനാവില്ല എന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ ലെസൺ ബേസിക് ലെവലിലുള്ള ഒരു ലെസനാണ്. ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാട്ട് എന്ന് തുടങ്ങുന്ന ചില സെൻറ്റൻസസ്, ചില ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കും എന്നാണ്. വാട്ട് എന്നാൽ എന്ത്. വാട്ട് ഡു യു സ്പീക്ക് എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങൾ സംസാരിക്കാറുള്ളത്. വാട്ട് ഡു യു ഈറ്റ്, എന്താണ് നിങ്ങൾ കഴിക്കാറുള്ളത്. വാട്ട് ഡു യു ഡ്രിങ്ക്, എന്താണ് നിങ്ങൾ കുടിക്കാറുള്ളത്. വാട്ട് ഡു യു സീ, നിങ്ങൾ എന്താണ് കാണാറുള്ളത്. ഇവിടെയൊക്കെ വാട്ട് ഡു യു, ഡു എന്നാണ് ഉപയോഗിച്ചത്. ഇനി ഈ യു ആയതുകൊണ്ടാണ് ഡു ഉപയോഗിച്ചത്. ഐ, യു, വി, ദേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡു ഉപയോഗിക്കാം. അതല്ല, വേറെ സബ്ജക്റ്റുകൾ. അവൻ എന്താണ് സംസാരിക്കാറുള്ളത്. വാട്ട് ഡസ് ഹീ സ്പീക്ക് എന്നാണ് ചോദിക്കേണ്ടത്. അവൻ എന്താണ് കഴിക്കാറുള്ളത്. വാട്ട് ഡസ് ഹീ ഈറ്റ്. അവൾ എന്താണ് കാണാറുള്ളത്. വാട്ട് ഡസ് ഷീ സീ. അവൾ എന്താണ് വാച്ച് ചെയ്യാറുള്ളത്. വാട്ട് ഡസ് ഷീ വാച്ച്. ഗീത എന്താണ് ധരിക്കാറുള്ളത്. വാട്ട് ഡസ് ഗീത വെയർ. ഏത് ഡ്രസ്സാണ് ധരിക്കാറുള്ളത്. വാട്ട് ഡു ദേ വെയർ എന്ന് ചോദിച്ചാൽ ദേ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് വാട്ട് ഡു ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഏത് വേർബ് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതൊക്കെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വിചാരിക്കുമ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് നമുക്ക് സംസാരത്തിൽ ആ വാക്കുകളൊക്കെ വരും. ഹീ, ഷീ, ഇറ്റ്, അതുപോലെ സിംഗുലർ സബ്ജക്റ്റുകൾ, ഇപ്പോൾ നെയിംസ് ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഡസ്സാണ് ഉപയോഗിക്കേണ്ടത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ന്യൂ ഐഡിയ. ഈ ഒരു ന്യൂ ഐഡിയയെ പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ന്യൂ ഐഡിയ. വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ. ഈ വേർഡ് എന്താണ് ഇതിൻ്റെ മീനിങ്. വാട്ട് ഡസ് ദിസ് വേർഡ് മീൻ. നോക്കൂ, ദിസ് വേർഡ് എന്നതായതുകൊണ്ടാണ് വാട്ട് ഡസ് എന്ന് ഉപയോഗിച്ചത്. അതല്ലെങ്കിൽ വാട്ട് ഡു ദീസ് വേർഡ്സ് മീൻ. ഇതാണ് ഈ വാക്കുകളൊക്കെ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഡു ദീസ് വേർഡ്സ്. അതേസമയം വാട്ട് ഡസ് ദിസ് വേർഡ്, അത് ശ്രദ്ധിക്കുക. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഡസ് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ഡു ഉപയോഗിക്കുക. ഇനി വാട്ട് ഡു യു ഹാവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കൈവശം ഉള്ളത്. ഹാവ് ആണ് അവിടെ ഉപയോഗിച്ചത്. വാട്ട് ഡു യു ഹാവ്, പൊസഷനാണത് കാണിക്കുന്നത്. വാട്ട് ഡു യു ഹാവ്. അപ്പോൾ യു അതുപോലെ ഐ ഒക്കെ ആണെങ്കിൽ ഡു തന്നെ ഉപയോഗിക്കാം. പക്ഷേ വാട്ട് ഡസ് ഹീ ഹാവ് എന്ന് ചോദിക്കണം. ഹീ ആണ് സബ്ജക്റ്റ് എങ്കിൽ അവൻ്റെ കൈവശമുള്ളത് എന്താണ്. വാട്ട് ഡസ് ഹീ ഹാവ്. വാട്ട് ഡസ് ഷീ ഹാവ്. വാട്ട് ഡസ് ഗീത ഹാവ്. വാട്ട് ഡു മൈ ഫ്രണ്ട്സ് ഹാവ്. എൻ്റെ ഫ്രണ്ട്സിന് എന്താ ഉള്ളത്. വാട്ട് ഡു മൈ ഫ്രണ്ട്സ് ഹാവ്. വാട്ട് ഡസ് മൈ ഫ്രണ്ട് ഹാവ്. നോക്കൂ, മൈ ഫ്രണ്ട് ആവുമ്പോൾ ഡസ് ഉപയോഗിച്ചു. മൈ ഫ്രണ്ട്സ് എന്നായപ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റാണ്, അവിടെ ഉപയോഗിച്ചത് ഡു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡൂവും ഡസ്സും ഒന്നും അല്ല ഉപയോഗിക്കേണ്ടത്, ഡിഡാണ് ഉപയോഗിക്കേണ്ടത്. വാട്ട് ഡിഡ് യു ഈറ്റ്. വാട്ട് ഡിഡ് യു ഈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് കഴിച്ചത്. വാട്ട് ഡിഡ് യു. നോക്കൂ, ഡിഡ് കഴിഞ്ഞിട്ട് യു ആണ്. പക്ഷേ ഏത് സബ്ജക്റ്റ് വന്നാലും ഡിഡ് തന്നെ നമുക്ക് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കാം. വാട്ട് ഡിഡ് ഹീ ഈറ്റ്. അവൻ എന്താണ് കഴിച്ചത്. വാട്ട് ഡിഡ് യു ഈറ്റ്. നിങ്ങൾ എന്താണ് കഴിച്ചത്. വാട്ട് ഡിഡ് ദേ ഈറ്റ്. അവർ എന്താണ് കഴിച്ചത്. വാട്ട് ഡിഡ് ഷീ വെയർ യെസ്റ്റർഡേ. അവൾ എന്താണ് ഇന്നലെ ധരിച്ചത്.
അവർ ഏത് ഡ്രസ്സാണ് ധരിച്ചത്? വാട്ട് ഡിഡ് ഷീ വെയർ യെസ്റ്റർഡേ? വാട്ട് ഡിഡ് യു ഡു ഓൺ യുവർ ലാസ്റ്റ് വെക്കേഷൻ? വാട്ട് ഡിഡ് യു ഡു ഓൺ യുവർ ലാസ്റ്റ് വെക്കേഷൻ? നിങ്ങളുടെ ലാസ്റ്റ് വെക്കേഷനിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ലഞ്ച് ടുഡേ? ലഞ്ചിന് നിങ്ങൾക്ക് ഇന്ന് എന്താണ് ഉണ്ടായിരുന്നത്? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ലഞ്ച് ടുഡേ? ഇനി ഫ്യൂച്ചർ ടെൻസിലാണെങ്കിലോ അതെങ്ങനെ ഉപയോഗിക്കും? അവിടെ നമുക്ക് വിൽ എന്നതിൻ്റെ ആവശ്യമുണ്ട്. ഡു, ഡിഡ്, ഡസ് ഒന്നുമല്ല, വിൽ ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ എല്ലാ സബ്ജക്റ്റിനും സിംഗുലർ സബ്ജക്റ്റ് ആയാലും പ്ലൂറൽ സബ്ജക്റ്റ് ആയാലും ഒക്കെ വിൽ ഉപയോഗിക്കാം. വാട്ട് വിൽ യു ഈറ്റ്? നിങ്ങൾ എന്ത് കഴിക്കും? വാട്ട് വിൽ ഷീ ഈറ്റ്? അവൾ എന്ത് കഴിക്കും? വാട്ട് വിൽ ദേ ഈറ്റ്? അവർ എന്ത് കഴിക്കും? വാട്ട് വിൽ ഗീത ഈറ്റ്? ഗീത എന്ത് കഴിക്കും? നോക്കൂ, സബ്ജക്റ്റ് മാറുന്നു, പക്ഷേ വിൽ എന്നതിന് ഒരു വ്യത്യാസവും വരുന്നില്ല. വാട്ട് വിൽ യു ടീച്ച്? നിങ്ങൾ എന്ത് പഠിപ്പിക്കും? വാട്ട് വിൽ യു ലേൺ? നിങ്ങൾ എന്ത് പഠിക്കും? വാട്ട് വിൽ ദ സ്റ്റുഡൻസ് റൈറ്റ്? സ്റ്റുഡൻസ് എന്ത് എഴുതും? വാട്ട് വിൽ യു ഡു ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ? നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? വാട്ട് വിൽ യു ഡു ആഫ്റ്റർ യുവർ ഗ്രാജുവേഷൻ? ഇനി നമുക്ക് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഡു, ഡിഡ് അല്ലെങ്കിൽ വില്ലല്ല ഉപയോഗിക്കേണ്ടത്. ആം, ഈസ്, ആർ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അത് പ്രസൻറ്റ് ടെൻസിലെ കാര്യം. ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ, പാസ്റ്റ് ടെൻസിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരുന്നെങ്കിൽ നമുക്ക് വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കണം. വാട്ട് ആർ യു ഡൂയിങ് നൗ എന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ടീച്ചിങ് നൗ? എന്താണിപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു റൈറ്റിംഗ് നൗ? എന്താണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു റീഡിംഗ് നൗ? എന്താണ് നിങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്? ഇവിടെ നോക്കൂ, വാട്ട് ആർ യു എന്നാണ് ചോദിച്ചത്. ആർ ആണ് ഉപയോഗിച്ചത്. യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആർ ഉപയോഗിക്കാം. ഇനി അതല്ല, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് ഹീ, ഷീ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റുകൾ, ഒരു നെയിം ഒക്കെ ആണെങ്കിൽ, തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. വാട്ട് ഈസ് ഹീ ഡൂയിങ് നൗ? അവൻ എന്താണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹീ ഡ്രോയിങ് നൗ? എന്താണിപ്പോൾ അവൻ വരച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹീ വാച്ചിങ് നൗ? അവൻ ഇപ്പോൾ എന്താണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹീ ഈറ്റിംഗ് നൗ? എന്താണിപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് വാസ് സിംഗുലർ സബ്ജക്ട്സിന്, അതല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്ട്സ് ആണെങ്കിൽ വേർ ഉപയോഗിക്കാം. ഇപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്, ഫോർ എക്സാമ്പിൾ, വാട്ട് വാസ് ഹീ ഡൂയിങ് യെസ്റ്റർഡേ? അവൻ ഇന്നലെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് ചോദിക്കുകയാണ്. വാട്ട് വാസ് ഹീ ഡൂയിങ്? വാസ് കഴിഞ്ഞിട്ട് ഹീ ആണ് വന്നത്. വാട്ട് വാസ് ഷീ ഡൂയിങ് യെസ്റ്റർഡേ? ഇനി നിങ്ങൾ, യു എന്നാണെങ്കിൽ വാട്ട് വേർ യു ഡൂയിങ് യെസ്റ്റർഡേ? വേർ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. വാട്ട് വേർ ദേ ഡൂയിങ് യെസ്റ്റർഡേ ആണെങ്കിൽ വേർ ആണ് ഉപയോഗിക്കേണ്ടത്. വാട്ട് വേർ മൈ ഫ്രണ്ട്സ് ഡൂയിങ് യെസ്റ്റർഡേ? യെസ്റ്റർഡേ എൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? വാട്ട് വാസ് മൈ ഫ്രണ്ട് ഡൂയിങ് യെസ്റ്റർഡേ? മൈ ഫ്രണ്ട് എന്നായപ്പോൾ വാട്ട് വാസ്. അതും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇത്തരം ബേസിക് റൂളുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ സംഭാഷണത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് അതൊരു ശരിയായ രീതിയല്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പ്രാക്ടീസ് ചെയ്യുക. വാട്ട് വേർ യു തിങ്കിങ് വെൻ യു മേഡ് ദാറ്റ് ഡിസിഷൻ? വാട്ട് വേർ യു തിങ്കിങ് വെൻ യു മേഡ് ദാറ്റ് ഡിസിഷൻ? നിങ്ങൾ ആ ഡിസിഷൻ എടുത്തപ്പോൾ നിങ്ങൾ എന്താണ് ആലോചിച്ചു കൊണ്ടിരുന്നത്? വാട്ട് വേർ യു. ഇനി ഹീ ആയിരുന്നെങ്കിൽ വാട്ട് വാസ് ഹീ തിങ്കിങ് വെൻ ഹീ മേഡ് ദ ഡിസിഷൻ? അവൻ ആ ഡിസിഷൻ എടുത്തപ്പോൾ അവൻ എന്താണ് ആലോചിച്ചു കൊണ്ടിരുന്നത്? നോക്കൂ, വാസ് ആൻഡ് വേറിൻ്റെ ഉപയോഗം. അതുപോലെ നമുക്ക് വാട്ട് ഈസ് ദാറ്റ്? അത് എന്താണ്? വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? വാട്ട്സ് യുവർ നെയിം? എന്താണ് നിങ്ങളുടെ പേര്? വാട്ട് ആർ ദീസ്? ഇതൊക്കെ എന്താണ്? വാട്ട് ആർ ദീസ് എന്ന് ചോദിക്കുമ്പോൾ ആർ ഉപയോഗിച്ചു. കാരണം ദീസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലൂറൽ നൗണിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദീസ്? ഇതൊക്കെ എന്താണ്? വാട്ട് വാസ് ദാറ്റ്? അതെന്തായിരുന്നു? വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്? ആ മീറ്റിങ്ങിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ദ മീറ്റിംഗ്? ഇനി വാട്ട് വേർ ദ മെയിൻ പോയിൻറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എന്നാണെങ്കിൽ എന്തൊക്കെയായിരുന്നു മീറ്റിങ്ങിലെ മെയിൻ പോയിൻറ്റ്സ്? എന്തൊക്കെ ആയിരുന്നു എന്നാണ്. ഇനി നമുക്ക് മോഡൽ വേർബ്സൊക്കെ ഈ വാട്ട് എന്ന ക്വസ്റ്റ്യൻ വേർഡിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. വാട്ട് ക്യാൻ യു ബൈ? നിങ്ങൾക്ക് എന്താണ് വാങ്ങാൻ പറ്റുന്നത്?
ക്യാൻ എന്നത് അവിടെ കഴിയുക എന്നർത്ഥത്തിൽ. വാട്ട് ക്യാൻ യു ബൈ, നിങ്ങൾക്ക് എന്താണ് വാങ്ങാൻ കഴിയുന്നത്. വാട്ട് ക്യാൻ യു സെൽ, നിങ്ങൾക്ക് എന്താണ് വിൽക്കാൻ പറ്റുന്നത്. വാട്ട് ക്യാൻ യു റൈറ്റ്, നിങ്ങൾക്ക് എന്താണ് എഴുതാൻ പറ്റുന്നത്. വാട്ട് ക്യാൻ യു സ്പീക്ക്, നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാൻ പറ്റുന്നത്. വാട്ട് ക്യാൻ യു റീഡ്, നിങ്ങൾക്ക് എന്താണ് വായിക്കാൻ പറ്റുന്നത്. അത് നമുക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ക്യാൻ എന്ന് തന്നെ ഉപയോഗിക്കാം. വാട്ട് ക്യാൻ ഷീ ഡു, അവൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്. വാട്ട് ക്യാൻ യു ഡു ടു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് കഴിയുന്നത്. വാട്ട് ക്യാൻ യു ഡു ടു ഹെൽപ്പ് മീ. അതുപോലെ നമുക്ക് കുഡ് ഉപയോഗിക്കാം. കുഡാണെങ്കിൽ വാട്ട് കുഡ് ഷീ ബൈ, അവൾക്ക് എന്ത് വാങ്ങാൻ സാധിച്ചു. വാട്ട് കുഡ് ഷീ റൈറ്റ്, അവൾക്ക് എന്ത് എഴുതാൻ സാധിച്ചു. വാട്ട് കുഡ് യു റീഡ്, നിങ്ങൾക്ക് എന്ത് വായിക്കാൻ സാധിച്ചു. അങ്ങനെയൊക്കെ മീനിങ്ങിൽ കുഡ് നമുക്ക് ഉപയോഗിക്കാം. അതും മാറ്റി മാറ്റി പല വേർബ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഷുഡ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും വാട്ട് ഷുഡ് ഐ ഡു എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. വാട്ട് ഷുഡ് യു ഡു, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന്. വാട്ട് ഷുഡ് ഐ ബൈ, ഞാൻ എന്ത് ബൈ ചെയ്യണം, ഞാൻ എന്ത് വാങ്ങണം. വാട്ട് ഷുഡ് യു റൈറ്റ്, നിങ്ങൾ എന്ത് എഴുതണം. വാട്ട് ഷുഡ് ഐ സേ, ഞാൻ എന്ത് പറയണം. അപ്പോൾ വാട്ട് ഡു യു ഈറ്റ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾ എന്താണ് കഴിക്കാറുള്ളത്. അതേസമയം വാട്ട് ഡിഡ് യു ഈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് കഴിച്ചത്. വാട്ട് വിൽ യു ഈറ്റ്, എന്ത് നിങ്ങൾ കഴിക്കും എന്നായി. വാട്ട് ക്യാൻ യു ഈറ്റ്, നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ സാധിക്കുന്നത്. വാട്ട് ഷുഡ് ഐ ഈറ്റ്, ഞാൻ എന്താണ് കഴിക്കേണ്ടത്, ഞാൻ എന്ത് കഴിക്കണം. വാട്ട് ഡു യു തിങ്ക്, നിങ്ങൾ എന്താണ് ചിന്തിക്കാറുള്ളത്. വാട്ട് ഡിഡ് യുവർ ഫാദർ തിങ്ക്, നിങ്ങളുടെ ഫാദർ എന്താണ് ചിന്തിച്ചത്. വാട്ട് വിൽ യുവർ മദർ തിങ്ക്, നിങ്ങളുടെ മദർ എന്ത് ചിന്തിക്കും. വാട്ട് ആർ യു തിങ്കിങ്, നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വാട്ട് വാസ് ഹി തിങ്കിങ്, അവൻ എന്താണ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. വാട്ട് ഈസ് ഹി ഡൂയിങ് റൈറ്റ് നൗ, എന്താണ് അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ ദേ ഡൂയിങ് റൈറ്റ് നൗ, അവർ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് വാസ് ഷീ സ്റ്റഡിയിങ് ഇൻ കോളേജ്, അവൾ എന്താണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നത്. വാട്ട് വാസ് ഷീ സ്റ്റഡിയിങ്. വാട്ട് വേർ ദേ ഡൂയിങ് ഓൺ ദിയർ ലാസ്റ്റ് വെക്കേഷൻ, അവരുടെ ലാസ്റ്റ് വെക്കേഷനിൽ അവർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. വാട്ട് വേർ ദേ ഡൂയിങ്. അപ്പോൾ ഇന്ന് പഠിച്ച ഈ സെൻറ്റൻസസ് ഒക്കെ ഒരുപാട് സെൻറ്റൻസുകൾ ഒരുപാട് വേർബ്സ് മാറ്റി മാറ്റി വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് യൂസ്ഫുൾ ആയിട്ട് മാറുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക എന്നത് ഒട്ടും മറക്കാതെ ചെയ്യുക.